friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കാണിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി അഥവാ മാമ്പഴ കാലൻ എന്നും പറയും. റെസിപ്പി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഈ മാമ്പഴം കിട്ടിയ മാവ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഈ ഒരു മാവിന് ഏകദേശം 100 വർഷത്തോളം പ്രായമുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്ലോസ് വ്യൂ കാണാം. ഈ കാണുന്നതാണ് 100 വർഷത്തോളം പ്രായമുള്ള ഒരു മുത്തശ്ശി മാവ്. ഇതാരാണ് നട്ടത്, എന്നാണ് നട്ടതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട്. കാരണം പണ്ടൊക്കെ മാമ്പഴം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികളൊക്കെ ഇതിൻ്റെ ചോട്ടിൽ പോയി നിന്ന് മാങ്ങയൊക്കെ പറിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി, പല സ്ഥലങ്ങളിലും സെറ്റിൽഡായി. കണ്ടോ, അതേ താഴെ മാങ്ങയൊക്കെ വീണ് കിടക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായി. മാമ്പഴമൊന്നും പറക്കാനായിട്ട് ഇപ്പോൾ വരാറില്ല. ഈ മാവിൻ്റെ കറക്റ്റായിട്ടുള്ള വലിപ്പം ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സൈഡിലേക്കുള്ള കമ്പൊക്കെ കുറേ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ മാവിൽ നിന്ന് കിട്ടിയ കുറച്ച് മാങ്ങ കൊണ്ട് നമുക്ക് ഇന്നൊരു മാമ്പഴ കാലൻ തയ്യാറാക്കാം. ഇത് ഓൾറെഡി നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശർക്കരയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഇന്ന് നമ്മൾ കാലൻ തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ്. ഈ ചട്ടിക്ക് നല്ല പ്രായമുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മാമ്പഴം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ മാമ്പഴമൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് ഫ്രീസറിൽ അതുപോലെ തന്നെ, അതായത് കവറിലൊന്നും ആക്കാതെ അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. മാമ്പഴത്തിനൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന മാമ്പഴത്തിന് നല്ല നിറമുണ്ട് എങ്കിൽ കൂടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് മാമ്പഴം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിന് നല്ല വേവുണ്ട്. അപ്പോൾ മാമ്പഴം നല്ലവണ്ണം വെന്ത് കിട്ടണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. എരിവിനായിട്ട് പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ചേരുവകളെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് മാമ്പഴം വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴം ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും നല്ലവണ്ണം വെന്ത് കിട്ടണം. എൻ്റെ അടുത്തുള്ള ഈ ഒരു മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്. കുറച്ചുകൂടി മധുരം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. 1/4 കപ്പ് തൈര് ചേർത്തിട്ട് നമുക്ക് തേങ്ങയും ജീരകവും അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത ഈ ഒരു കൂട്ട് വെന്ത മാമ്പഴത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തൈര് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ചെറുതായിട്ട് തള വരുന്നുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. കൂടുതൽ തിളച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് നമുക്കൊരു ചെറിയ സോസ് പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിയതിനു ശേഷം 3 വറ്റൽമുളകും നമുക്കിതിലേക്ക് ചേർക്കാം. അവസാനമായിട്ട് 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ ഒരു കൂട്ട് നമുക്ക് മാമ്പഴ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തേക്കുന്നത് കാരണം കുറച്ചു നേരം കഴിയുമ്പോൾ മാമ്പഴ കാളൻ കുറച്ചുകൂടി തിക്കായിട്ട് വരും. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ കാളൻ ഇവിടെ റെഡിയാണ്.
തീർച്ചയായിട്ടും ഈ ഒരു മാമ്പഴക്കാലൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.